ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. തെരഞ്ഞെടുപ്പ് കാലമാണ്. എങ്കിലും ദുഃഖവെള്ളി ദിനത്തിലെ ബൈബിൾ പാരായണത്തിന് തെരഞ്ഞെടുപ്പുമായി ഒരു ബന്ധവുമില്ലെന്ന് BJP സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ. ഇതിന് 1977 ഞാനിത് വായിക്കുമ്പോൾ അതിദരിദ്രനായി മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിന്ന് ഇത് വായിക്കേണ്ടി വരും എന്ന് ഞാൻ തീരെ അന്ന് കരുതിയിട്ടില്ല. അതുകൊണ്ട് ഇതിന് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതെൻ്റെ വ്യക്തി ജീവിതത്തിലെ നിത്യാനുഭവത്തിൻ്റെ ഭാഗമാണ്. ദുഃഖവെള്ളി ദിവസം ഔദ്യോഗികമായിട്ടുള്ള ക്യാമ്പയിൻ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. രാവിലെ ആളുകളെയൊക്കെ കാണുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം. തുടർന്ന് പ്രാർത്ഥനകളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെയാണ്. എങ്ങനെയാണ് അപ്പോൾ ആ ആളുകളെ കണ്ട് അവരുടെ ആശങ്കകളും മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടതിന് ശേഷം നമ്മുടെ തന്നെ കുറച്ച് സഹപ്രവർത്തകരുടെ മരണം ഉണ്ടായിട്ടുണ്ട് കുടുംബങ്ങളിൽ. അവിടേക്ക് ഒന്ന് പോകണം. അല്ല, ദുഃഖവെള്ളി ഡാഡിയുള്ളപ്പോഴും നമ്മൾ 3-4 പള്ളികളിൽ പോകും. അവിടെ അതിൻ്റെ ഭാഗമാകും എല്ലാത്തിലും. ഇടത് സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചറിനും ഇന്ന് പ്രചാരണ തിരക്കുകളില്ല. ചിലരെ നേരിട്ട് കാണുന്നതിനും പള്ളിയിലെ പ്രാർത്ഥനയ്ക്കും വേണ്ടിയാണ് ഈ ദിനം മാറ്റിവെച്ചിരിക്കുന്നത്. യേശുക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് സൂചിപ്പിച്ചത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ലോകം മുഴുവനുമുള്ള ജനങ്ങളെ നിങ്ങൾ സ്നേഹിക്കാനാണ്. അതിൽ വളരെ സെക്യുലറായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. ജീസസ് ക്രൈസ്റ്റ് ഉയർത്തിപ്പിടിക്കുന്ന അതേ സന്ദേശം തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ സന്ദേശവും. അങ്ങനെ വിശ്വാസവാരത്തിലെ ദുഃഖവെള്ളി ദിനം വിശ്വാസ വഴിയിലാണ് സ്ഥാനാർത്ഥികളും. ഇനി തിങ്കളാഴ്ചയോടെ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറും. ക്യാമറമാൻമാരായ ബിനു തോമസിനും മൽഘോഷിനുമൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.